എയ്ഫറിൻ്റെ എല്ലാ സ്ട്രാറ്റജീസും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട്. ഞാനിത് വെറുതെ ഒരു ഫ്ലാറ്ററിങ് ടേം ആയിട്ട് പറയില്ല. ഇഫ് നോട്ട് ഫോർ ദിസ് എൻറ്റയർ ടീം, ഐ ഡോണ്ട് തിങ്ക് പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അതിൽ JRF ക്ലബ്ബ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ഷിഫ്റ്റിലും ഏത് പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അത് നെക്സ്റ്റ് ടൈം എക്സാമിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാണാം. ഏതൊരു പരീക്ഷയിലും നമ്മൾ വിജയത്തിലേക്ക് നയിക്കാൻ ഏറ്റവും സഹായിക്കാൻ സാധിക്കുക ഓൾറെഡി വിജയിച്ചിട്ടുള്ള ആളുകൾക്കാണ്. അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഏതൊരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന വ്യത്യസ്ത ചലഞ്ചുകൾ, ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയാണ് അവർ ഓവർകം ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനും നമ്മുടെ സ്വപ്നങ്ങളായിട്ടുള്ള ഓരോരോ പരീക്ഷകളും വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് വിജയികളുമായിട്ടുള്ള കുറച്ച് സംസാരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ റിലീസ് ചെയ്യുന്നത്. വ്യത്യസ്ത സബ്ജക്റ്റുകളിലേത് നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇനി പുതുതായിട്ടുള്ളൊരു സബ്ജക്റ്റിൽ ഇംഗ്ലീഷിൽ ഇപ്രാവശ്യം എയ്ഫറിൽ നിന്ന് JRF നേടിയിട്ടുള്ള സുമയുമായിട്ടുള്ള കുറച്ച് സംസാരങ്ങളാണ് അടുത്ത കുറച്ച് മിനിറ്റുകളിൽ. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ടുമുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സുമയ്യ, കൺഗ്രാജുലേഷൻ സുമയ്യ. ഓക്കെ, ഇംഗ്ലീഷ് പോലെ പൊതുവെ ടഫായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റുകളിൽ JRF നേടിയിട്ടുണ്ട്. സോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സുമയുടെ ഒരു അക്കാഡമിക് ജേണി ജസ്റ്റ് ഒന്ന്. അക്കാഡമിക് ജേണി ഞാനൊരു 2018-20 PG കഴിയുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പഠിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, 12th വരെ നല്ലൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. സ്ഥിരമായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. ഫോൺ കൈ കിട്ടിയതിന് ശേഷം കുറച്ച് കുറഞ്ഞതാണ്. അപ്പം അതിലുണ്ടായിട്ടുള്ള ഒരുപാട് നമ്മൾ കണ്ടതും കേട്ടൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള എക്സാം ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ആവും. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഒരു ട്രയൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന അത്ര ഒരു ഡിഫിക്കൽറ്റി എനിക്ക് ഇനീഷ്യലി തോന്നിയില്ല. മേ ബി എനിക്ക് അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടായിരിക്കാം. ഫസ്റ്റ് നെറ്റ് ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് കാലത്തേക്ക് പ്രിപ്പറേഷനൊക്കെ അങ്ങോട്ട് പോസ് ചെയ്തു. ഓക്കെ, പിന്നെ ഒരു PhD എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോഴാണ് JRF എന്നുള്ളൊരു ഇത് വരുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്. പ്രിപ്പറേഷൻ ഒരു ലോങ് പോസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു അക്കാഡമിക് കരിയറിൽ. ആഫ്റ്റർ 2 years ഞാൻ വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നത്. വീണ്ടും തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്നും ഈ എക്സാമിനെ പറ്റി അറിയില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഒരുപാട് പഠിക്കാനുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് മോർ ലൈക്ക് ജസ്റ്റ് ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ബ്ലെസ്സിങ് അങ്ങനെ കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റായിട്ട് എയ്ഫറിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് സം ഫ്രീ ടൈം. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷെ അത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒന്നാമത്തത് ഒരു മദറാവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. മോം ഗിൽറ്റ് എന്ന് പറയും, മകനെ ശ്രദ്ധിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവൻ്റെ ക്വാളിറ്റി ടൈം ഞാൻ എടുത്ത് കളയാണോ. പക്ഷെ പിന്നെ എനിക്ക് തോന്നും കുറച്ച് വലുതാകുമ്പോൾ അവന് മനസ്സിലാവും. ചെയ്തൊരു കാര്യം വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. ഞാനിതിന് മുന്നേയും ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ജയിച്ചവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, മദേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് സമയങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നോ, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ നോക്കുന്നത്, ചിലപ്പോൾ നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ സമയങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് കുറച്ച് കാലത്തെങ്കിലും മാറ്റി വെക്കുക എന്നുള്ള ഞാൻ ചെയ്തത്. അതായത് ഡെയിലി ഇത്ര ചെറിയ ഒരു മണിക്കൂറാണെങ്കിൽ വരെ പഠിക്കുക, കൺസിസ്റ്റൻസി. പിന്നെ നമ്മൾ മക്കൾ ഉറങ്ങുന്ന സമയം, ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഹെൽത്തി അല്ല എന്നാലും ലേറ്റ് നൈറ്റ്, ഇതൊക്കെ ആയിരുന്നു പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. പിന്നെ മാറിയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം അവർ വീട്ടിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിരുന്ന് പഠിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫറൂഖ് കോളേജ് ലൈബ്രറിയിലായിരുന്നു അധിക സമയം പഠിച്ചിരുന്നത്. നമുക്ക് ഇതിനൊക്കെ വേണ്ടതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ഇപ്പം സുമയ പറഞ്ഞൊരു കേസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനൊന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം PG കഴിഞ്ഞ ഉടനെ തന്നെയാണ് നെറ്റ് കിട്ടിയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ പലരും ഇപ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലാണത്. നമ്മളോട് പലപ്പോഴും ഞങ്ങൾ കുറേ കൊല്ലങ്ങളായി എഴുതിയിട്ട് നെറ്റ് പോലും കിട്ടുന്നില്ല. ഈ ചില ആളുകൾക്ക് PG പഠിക്കുമ്പോൾ തന്നെ നെറ്റ് കിട്ടുന്നു, പഠിച്ച് കഴിഞ്ഞിട്ട് നെറ്റ് കിട്ടുന്നു. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്നതിനേക്കാളേറെ സുമയ്ക്ക് എന്തുകൊണ്ടായിരിക്കാം കിട്ടിയിട്ടുള്ളത്? ലക്ക് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളൊരു PG സ്റ്റുഡൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഒരു ഗസ് വർക്ക് എന്ന് പറയും, മേ ബി യു കൻ കോൾ ഇറ്റ് സ്മാർട്ട് വർക്ക്. നമ്മളൊരുപാട് നമ്മൾ ഒരു കാര്യത്തിന് ഒന്നിനോട് അസോസിയേറ്റീവ് ആൻസറിങ് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അതായിരിക്കാം എന്നുള്ള നമ്മുടെ ആ ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം ഫുള്ള് പഠിച്ചാലും, ഫോർ എക്സാമ്പിൾ ഇപ്രാവശ്യത്തെ ഷിഫ്റ്റ് 2 പേപ്പർ എഴുതിയവർക്ക് നന്നായിട്ട് അറിയാം.
ഒരുപാട് കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഇത്രയും കാലമുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല വന്നത്. ഇറ്റ് വാസ് എക്സ്ട്രീംലി ടഫ്. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാൻ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ഷിഫ്റ്റിനും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹാഫ് വെച്ച് ഞാൻ എക്സാം ഹോളിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ഇതങ്ങനെ ആകുമ്പോൾ ഇത് അതിനോട് റിലേറ്റ് ചെയ്യാം എന്നുള്ള നമ്മുടെ ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അസോസിയേറ്റീവായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊരു കീ ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളത്. കണക്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു എക്സാമ്പിൾ പറയട്ടെ. പറഞ്ഞോളൂ. സാമുവൽ ബെക്കറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ് ചെയ്തപ്പോൾ. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾ മൊണോലോഗ് പോലെ സംസാരിക്കുന്ന ബെക്കറ്റിൻ്റെ പ്ലേ ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ PG 3rd സെമിസ്റ്റർ ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് മോഡേൺ ഡ്രാമയിലാണ് ബെക്കറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഐ എം നോട്ട് ഇൻട്രൊഡ്യൂസ് ടു ദാറ്റ്. പക്ഷേ എനിക്ക് ആദ്യം തോന്നിയൊരു ഡൗട്ട്, ഒരു ഓപ്ഷനിൽ ക്രേപ്സ് ലാസ്റ്റ് ടേപ്പ് എന്നുണ്ടായിരുന്നു. എനിക്ക് വെറുതെ തോന്നിയാണ് മരിക്കാൻ പോകുമ്പോൾ പറയുന്ന കാര്യമാണെങ്കിലും അതന്നായിരുന്നു അതിൻ്റെ ഉത്തരം. നമുക്കത് ഒന്ന് ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ആ ക്വസ്റ്റിനകത്തിൻ്റെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ഈ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കുള്ളൊരു കീ. പക്ഷെ അതങ്ങനെ വെറുതെ മിയറായിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. ഇതിപ്പോൾ ഒരു മിയർ എക്സാമ്പിൾ ആണെങ്കിലും നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് റീഡിങ്ങോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അസോസിയേറ്റീവ് ആൻസറിങ് എബിലിറ്റി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്ഷണൽ എക്സാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം വെറുതെ ബൈ ഹാർട്ട് ചെയ്യുന്നതിനപ്പുറം ഒരു ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഏതൊരു പീരീഡ് ഓഫ് ലിറ്ററേച്ചറിലേക്ക് ഇറങ്ങുമ്പോഴും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാലഘട്ടം എങ്ങനെയായിരുന്നു, അതിൽ വന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു ലിറ്റററി സെൻസിബിലിറ്റി എന്തായിരുന്നു എന്നുള്ളത് നമുക്കതൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൻസേഴ്സ് ഈവൻ ദോ വി ഡോണ്ട് നോ ദി എക്സാക്ട് ആൻസർ നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അതാണ് അതിനൊരു മെയിൻ റീസൺ. ഓക്കെ, ഇപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷാണ് കൂടുതൽ കുട്ടികൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ചോദിക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ പലപ്പോഴും ഒരു പരിധി വരെ അവർക്ക് പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം എല്ലാ ടേമിലും ഒരു ചെറിയ ചില മാറ്റങ്ങൾ വരാറുള്ളൂ. ചോദ്യം ചോദിക്കുന്ന ചിലപ്പോൾ എക്സിന് പകരം Y ആവും, Z അങ്ങോട്ടും ഇങ്ങോട്ടേ ഉള്ളൂ. പക്ഷെ ഓരോ ടേമിലും ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷൻ പലർക്കും കൂടുകയാണ്. എസ്പെഷ്യലി ഫസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഒരു ടേമിൽ വന്ന എക്സാമിൽ നിന്ന് എൻറ്റയർലി മാറ്റം വന്നിട്ടാണ് അടുത്ത ടേമിൽ വരുന്നത്. അതിൽ നിന്നാണ് അടുത്ത ടേമിൽ പലപ്പോഴും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ടേമിൽ എന്താ വരാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവർ ഭയങ്കര ആംബിഗ്വിറ്റിയിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനോട് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ആംബിഗ്യസ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് സിലബസിനൊരു പ്രിസ്ക്രൈബ് സിലബസ് ഇല്ല. കാരണം ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇന്ത്യൻസ് ഒരുപാട് പേര് ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. നമ്മളതിനെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് വിളിക്കുക. അതുപോലെ കാനേഡിയൻസ് അവരും ഇംഗ്ലീഷാണ്, അമേരിക്കയിലും ഇംഗ്ലീഷാണ്. സിമിലർലി ഓസ്ട്രേലിയൻ അബോറിജിനൽസ് ഒക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ട്. അപ്പം ലിംഗ്വ ഫ്രാങ്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചാൽ എവിടെ നിന്നും ചോദിക്കാം. പക്ഷേ നമ്മളൊരു ഇംഗ്ലീഷിലെ തിയറി സ്ട്രക്ചർസിൽ പറയും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ലാങ് ഉണ്ടെന്ന്. എല്ലാത്തിലും ഒരു ഹിഡൻ സ്ട്രക്ചർ ഉണ്ട്. അത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നടക്കുള്ളൂ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഈ നെറ്റ് എക്സാമിനകത്ത് തന്നെ ദോ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ കൂടെ ഒരു പാറ്റേൺ ഉണ്ട്, വ്യക്തമാണ് ഉണ്ടെന്നുള്ളത്. ചിലപ്പം ഇപ്രാവശ്യം ഷിഫ്റ്റ് ടു വെച്ചിട്ട് ഒരു സാറ് മറ്റേ ഫാലസിയിൽ പറഞ്ഞ ഫാലസി ഓഫ് ആക്സിഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇങ്ങനെയാണ് വരാറ്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല വന്നിട്ടുള്ളത്. പക്ഷെ പൊതുവെ നിങ്ങളൊന്ന് 2003 തൊട്ടിട്ട് വേണമെങ്കിൽ 18 വരെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് അതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. ഒന്നെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും ചോദിക്കില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ ഏരിയകൾ അവർ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. മേ ബി റൈറ്റേഴ്സ് ആർ നോട്ട് റിപ്പീറ്റഡ് ബട്ട് ദ ഏരിയാസ് റിപ്പീറ്റഡ്. ഓർ മേ ബി ഇന്ന് ഇയാളുടെ ഒരു വർക്കാണ് ചോദിച്ചില്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണമെങ്കിൽ അയാളുടെ വേറൊരു വർക്ക് ആയേക്കാം. അങ്ങനെ എനിക്ക് ഇപ്രാവശ്യം എഴുതിയപ്പം നമുക്കൊരു ഹഞ്ച് ഉണ്ടാവുമല്ലോ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം നമുക്ക് 2 എക്സാം നടന്നു. ഒന്ന് ക്യാൻസലായിപ്പോയി, ഒന്ന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. പക്ഷേ 2 എക്സാമിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇതൊരു പാറ്റേൺ മനസ്സിലാകുമ്പോൾ ചില സമയത്ത് ചില ഏരിയാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യം ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 ഡിസംബറിൽ അന്ന കരനീനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി യൂറോപ്യൻ ലിറ്ററേച്ചറിൽ എന്തോ ഒരു ഫോക്കസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ച് ഞാൻ ദസ്തോസ്കിയൊക്കെ നോക്കി പോയിരുന്നു. ദസ്തോസ്കി വന്നു. അപ്പോൾ നമുക്കത് ഒന്ന് പറഞ്ഞ പോലെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ പാറ്റേൺ. കാരണം അടുപ്പിച്ച് 2 വർഷങ്ങൾ ഒരു സിമിലർ പാറ്റേൺ നമുക്ക് പൊതുവെ നെറ്റിൽ കാണാൻ പറ്റും. സിമിലർ ഏരിയാസ് ആർ റിപ്പീറ്റഡ്. കഴിഞ്ഞ ഡിസംബറിലുണ്ടെങ്കിൽ ഈ ജൂണിൽ ചെറുതായിട്ടെങ്കിലും ആ ഏരിയാസ് പ്രതീക്ഷിക്കാം. അതേ എക്സാമ്പിളാണ് ഇപ്പം യൂറോപ്യൻ ലൈറ്റിംഗ് പറഞ്ഞു. 2023 ഡിസംബറിൽ അവർ ദളിത് ലിറ്ററേച്ചറിന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ദളിത് ലിറ്ററേച്ചറിന് ഇപ്രാവശ്യം ഒരു ഫോക്കസ് ഉണ്ട്. അതിപ്രാവശ്യം 2-3 മാറി 4-5 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പം പറഞ്ഞൊരു പാറ്റേണുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സ്പ്ലിസിറ്റ് പാറ്റേൺ അല്ലെങ്കിൽ പോലും ഒരു അബ്സ്ട്രാക്ട് പാറ്റേൺ നമുക്ക് ഐഡിയ കിട്ടും. ഞാൻ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകൂടി പാറ്റേൺ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും, ഇനി PYQ നോക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് നോക്കേണ്ടത്? അതായത് പലർക്കും പല കൺഫ്യൂഷനാണ്. അതായത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം അറിയോ എന്നാണോ നോക്കേണ്ടത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്ന് വന്നതാണോ നോക്കേണ്ടത്? ചില സബ്ജക്റ്റുകളിൽ സത്യം പറഞ്ഞ ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് PYQ എങ്ങനെയാണ് നോക്കേണ്ടത്? ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ഇപ്രാവശ്യം വർക്കൗട്ട് ആയി വന്നതും അത് തന്നെയാണ്. കാരണം ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ക്വാളിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ഹൈ സ്കോറോടുകൂടി ക്വാളിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് ഏകദേശം 99.9992 ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും എന്നെ ഭയങ്കര ഇൻ്റലിജന്റ് പേഴ്സൺ ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല. ഐ അസസ് മൈസെൽഫ് ഐ മോർ ഓഫ് എ ഹാർഡ് വർക്കിംഗ് ടൈപ്പ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തത് 2003 തൊട്ടിട്ട് 23 വരെയുള്ള പേപ്പേഴ്സിൽ ഇപ്പം ജൂൺ ആൻഡ് ഡിസംബർ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം എക്സ്പ്ലനേഷൻസ് വരുന്ന മെറ്റീരിയൽസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. അതായത് എന്തുകൊണ്ട് അത് ആൻസറായി, അല്ലെങ്കിൽ ആ റിലേറ്റഡ് ഓപ്ഷൻസിൻ്റെ മറ്റുള്ള ആൻസറുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണെന്ന് ഉദാഹരണം വിചാരിക്കുക. നമ്മൾ ആ ആൻസർ മാത്രമല്ല, അതിൻ്റെ തൊട്ട് വന്നിട്ടുള്ള താഴെയുള്ള ആൻസേഴ്സും എന്തിനോട് മാച്ച് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. അത് ഏത് ഏരിയയിൽ നിന്ന് വരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഐ തിങ്ക് ഏരിയ വൈസ് നമ്മൾ പോകുക എന്നുള്ളതാണ്. ഏത് ഏരിയക്ക് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് റൈറ്റേഴ്സിന് ഫോക്കസ് കിട്ടുന്നു. കാരണം സിലബസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ റൈറ്റേഴ്സിനെയും പഠിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, ഓഷനാണ്. അപ്പോൾ നമ്മൾ എല്ലാ റൈറ്റേഴ്സിനും പഠിച്ചാൽ തന്നെ അത്രയും പേര് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും കഴിയില്ല. കാരണം ഇപ്പം വരുന്നൊരു പാറ്റേൺ ക്രോണോളജി അല്ലെങ്കിൽ വർഷങ്ങൾ വെച്ചിട്ട് അവരുടെ വർക്ക്സുകൾ അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇതെല്ലാം ഒരാളെ കൊണ്ട് പോസിബിൾ ആവില്ല. കാരണം നമ്മളൊരു ഫുൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ട് മാത്രം എവിടെ എത്തുന്നില്ല. അതതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ വേറെയുണ്ട്, ഇന്ത്യൻ വേറെയുണ്ട്, പോസ്റ്റ് കൊളോണിയൽ ഉണ്ട്, ദളിത് ഉണ്ട്, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഏരിയ വൈസ് അസസ് ചെയ്യുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള മേജർ റൈറ്റർ, അയാളുടെ ഏതൊക്കെ മേജർ വർക്ക്സ് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. പഠിക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിരുന്നൊരു പാറ്റേൺ, ഒരു ഏരിയനെ പറ്റിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ലേണിംഗ് നടത്തും. എന്നിട്ട് ആ ഏരിയയിലെ മേജർ റൈറ്റേഴ്സിനെ നോക്കും. മേജർ റൈറ്റേഴ്സിൻ്റെ മേജർ വർക്ക്സും പ്ലോട്ടും ക്യാരക്ടേഴ്സും ഞാൻ നോക്കാറുണ്ടായിരുന്നു. പിന്നെ മൈനർ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് മാത്രം. ഇങ്ങനെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് റിലേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻറ്റ്. ഓരോരോ സബ്ജക്റ്റിൽ ഇത് എങ്ങനെയാണ് PYQ നോക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം, പഠിക്കുമ്പോൾ അത് ഓർഡറിൽ പഠിക്കണം. ഒരു റൈറ്റർക്ക് ശേഷം മറ്റേ റൈറ്റർ എന്നുള്ള അങ്ങനെ പഠിക്കണം. എപ്പോഴും അങ്ങനെ തന്നെയല്ല ക്രോണോളജി വരുന്നത്. എന്നാൽ പോലും അങ്ങനെ വരുന്ന ക്രോണോളജികൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫാക്റ്റും അടുത്തൊരു ക്വസ്റ്റ്യനും തന്നെയാണ്. പലരും ഇംഗ്ലീഷ് ഹിസ്റ്ററി ഒക്കെ പോലെ ഒരുപാട് ക്രോണോളജിക്കൽ അതിൻ്റെ ഒരു ടൈം ലൈനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ എൻ്റെ തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇതൊരു എൻ്റെ ഒരു ഫാക്ച്വൽ ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് പഠിക്കാൻ സുമയ്യക്ക് പറയാനുള്ള എങ്ങനെയാണ്, വിച്ച് വിൽ ബി ദ മെത്തേഡ്, അല്ലെങ്കിൽ സുമയ്യ യൂസ് ചെയ്തിരുന്ന നോട്ട് മേക്കിംഗ് ചെയ്യാറുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് എഴുതുക എന്നുള്ളതല്ല, ഒരു ജോട്ടിങ് ഡൗൺ, ഇന്ന റൈറ്റർ ഇന്ന വർക്ക്സ്. അപ്പോൾ അത് എഴുതുന്ന ഞാൻ ഓർഡറിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു മെൻ്റൽ ഇമേജ് പതിയും. ഞാനിത് അത് എഴുതി കഴിഞ്ഞിട്ടാണല്ലോ ഇത് എഴുതി, അല്ലെങ്കിൽ എൻ്റെ നോട്ട്ബുക്കിൽ ഇതിന് ശേഷമാണല്ലോ അത് വരുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ബൈ ഹാർട്ട് പഠിക്കൽ പോസിബിൾ അല്ല. നമുക്ക് ആ ഒരു ടൈമിലേക്ക് അത് നമ്മളെ മനസ്സിലേക്ക് വരും. അതേ മെൻ്റൽ ഇമേജ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നോട്ട് ഉണ്ടാക്കി സമയം കളയണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നും, നമ്മൾ പറയല്ലോ 10 times റീഡിങ് ഇസ് ഈക്വൽ ടു 1 time റൈറ്റിംഗ് ആണ്. നമുക്കത് ഓർത്തിരിക്കാൻ പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാതെ ഒരു നോട്ട്ബുക്കിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് ഈ ക്രോണോളജി ഒന്ന് മനസ്സിൽ വരും. എഴുതുന്ന സമയത്ത് ഞാൻ ഇതിന് ശേഷമായിരുന്നു ഞാൻ ഇന്നയാളെ പഠിച്ചത്. അപ്പോൾ അത് മതി, അത് വർക്കൗട്ട് ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ക്രോണോളജി ഇപ്രാവശ്യം അങ്ങനെ വല്ലാതെ തെറ്റിപ്പോയിട്ടില്ല. കാരണം അത് ഇയറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇയർ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇയർ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന ആൾക്ക് ശേഷമാണ് അടുത്ത ആൾ വരുന്നത് എന്ന്, അല്ലെങ്കിൽ അയാളുടെ ഇന്ന വർക്കിന് ശേഷമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റീഡിങ് എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ടെക്സ്റ്റുകൾ ഞാൻ സജസ്റ്റ് ചെയ്യും. ഒന്ന് റോട്ട്ലെജിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ്. അത് മനസ്സിലാക്കാൻ നല്ല ഈസിയാണ്, കോംപ്രഹെൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഓക്സ്ഫോർഡിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, എഡ്വേർഡ് ആൽബർട്ടിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇത് രണ്ടും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർ വരെ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റുകളാണ്. അപ്പം നമ്മൾ അത് വായിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊരു മസ്റ്റാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് പേപ്പർ 1 ഒന്ന് പോകാം. ഓക്കെ, പേപ്പർ 1 പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സ്ട്രാറ്റജി കാരണം അല്ലാതെ പറയണം. കാരണം എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയയും ഒരുപാട് വർക്ക് ചെയ്ത് എൻ്റെതായിട്ടുള്ള റീഡിങ്ങുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് വാസ് വെരി ന്യൂ ടു മീ. എനിക്കൊന്നും അറിയില്ല. ആൻഡ് ഐ എം വെരി ബാഡ് അറ്റ് മാത്സ് ആൻഡ് ലോജിക്കലിസം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ എയ്ഫറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്ന കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ്
എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ റിപ്പീറ്റഡ്ലി, അതായത് മറന്നു പോകുന്നുണ്ട്, റിവൈസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഈ റിവിഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം സാറ് പറയാനുള്ള പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ കാറ്റഗറൈസ് ക്വസ്റ്റ്യൻസ് ഫുള്ളും ഞാൻ പറയുന്നത് എൻ്റെ കൂടെ പഠിക്കാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 500 ക്വസ്റ്റ്യൻസ് തന്നെ ഒരു യൂണിറ്റിൽ വരും. നമ്മളത് നന്നായിട്ട് എക്യുപ്ഡ് ആക്കും. കാരണം അതേ ഒരു പാറ്റേൺ തന്നെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. സാർ പറഞ്ഞാൽ എക്സും വൈയും മാറുന്നുണ്ടാവാം, മോർ ഓർ ലെസ് ഇറ്റ്സ് ദ സെയിം തിങ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നിട്ടുള്ള ആ ഗൈഡൻസ്, ആ ഒരു നമ്മൾ പറയുന്ന ഒരു എക്സാമിനെ ഡീൽ ചെയ്യാനുള്ള ആ ഒരു പാറ്റേൺ, അത് ശരിക്കും എനിക്ക് A4 നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇതിൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് കൂടുതൽ ഇപ്പം പൊതുവെ ഒരു ലിറ്ററേച്ചർ ഫിക്ഷൻസ് ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ ഈ റീസണിംഗ് ടോപ്പിക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്, വളരെ ബുദ്ധിമുട്ട്. മാത്സ്, ഡാറ്റ. അപ്പോൾ ഇംഗ്ലീഷിന് സീരിയസ് ആയി പഠിക്കുന്ന ആളുകൾക്ക് റീസണിങ് ഒന്നുകൂടി ബെറ്റർ ആവാൻ നിങ്ങളൊരു ടേക്ക് എന്താണ്? പ്രാക്ടീസ് തന്നെയാണ്. കാരണം ഞാൻ ഡേറ്റൊക്കെ ചെയ്തിരുന്നത് കുറേ മടുക്കാതെ, കാരണം നമ്മുടെ ഈ ഒരു ഏരിയ ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് അധികം ഇഷ്ടത്തോടെ എടുക്കുന്നതായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇഷ്ടത്തോടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് മാത്സ് അത്ര ഒരു താല്പര്യമുള്ള ഒരു ഏരിയ ഒന്നുമല്ല. അപ്പം ഞാൻ ചെയ്തത് ഡെയിലി ഒരു ഡാറ്റ ചെയ്യാം. അതാകുമ്പോൾ വലിയ മെനക്കെടില്ലല്ലോ, ഡെയിലി ഒന്ന്. പക്ഷെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ അതിൽ പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസ് വരും. അപ്പം ഏകദേശം ആ ഒരു പാറ്റേണിലുള്ള ഡാറ്റയാണ് വരുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ്. പിന്നെ ലോജിക്കൽ ലിസ്റ്റിംഗ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ എല്ലാ ദിവസവും ഓരോന്ന് ചെയ്ത് ഏകദേശം ഏത് ഡാറ്റ വരാണെങ്കിൽ അത് നമ്മൾ പഠിച്ചൊരു പാറ്റേൺ ആയിരിക്കും. കാരണം ഞാൻ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തിരുന്നത്. ഏകദേശം ചിലപ്പോൾ ഒരു ദിവസം 2 എണ്ണമൊക്കെ ചെയ്യും. സമയമുള്ള ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം 2 എണ്ണം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ഹസ്ബൻഡും എന്നെപ്പോലെ ഇത് സ്വപ്നം കണ്ടവരായിരുന്നു. അതുകൊണ്ട് എൻ്റെ മകനെ നോക്കാനും ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവനൊന്ന് മാറ്റി നിർത്തി അവനെ കെയർ ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചുകൊണ്ട് ഇറ്റ് വാസ് പോസിബിൾ ഫോർ മീ. അപ്പോൾ എനിക്ക് മദേഴ്സിൻ്റെ അടുത്താണ് എനിക്ക് മെയിനായിട്ട് ഞാൻ ഒരു ടെസ്റ്റിമോണിൽ റെഡി ആയത് തന്നെ. ഐ വോണ്ടഡ് ടു കൺവേ നമുക്കിത് പറ്റും. നമുക്ക് സെൽഫ് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലേ. ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ നിന്നൊരു ചോദ്യം അതന്നെ, അതുകൊണ്ട് ഞാൻ ക്ലാരിറ്റി തരാം. ഇപ്പം നമ്മളെ ഒരുപാട് ഇഫ്രീഡ്സും അല്ലാത്ത ആളുകളൊക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം മദേഴ്സ് ഒരുപാട് കൺസേൺസ് പറയാറുണ്ട്. അതായത് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ മദർ ഗിൽറ്റ്, എസ്പെഷ്യലി 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ഒരു ലെസ്സൺ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ അല്ലാത്ത അതിന് മുമ്പുള്ള കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ഈ പ്രാവശ്യം അങ്ങനെ അധികം ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. അപ്പം അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? ഐ മീൻ ഹൗ ടു മാനേജ് ദ ടൈം, ഹൗ ടു സ്റ്റഡി, എവിടെ നിന്നാണ് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 2 വയസ്സൊക്കെ ആയ സമയത്താണ് കീ ആയിട്ട് നിങ്ങളൊരു കീ പ്രിപ്പറേഷൻ വരുന്നത്. വളരെ ചെറിയൊരു ആസ്പെക്റ്റിലാണ്. അമ്മമാരോട് പറയാനുള്ളത് പറയും. ഫസ്റ്റ് തിങ് ഈസ് സീക്ക് ഔട്ട് ഹെൽപ്പ്. നമുക്ക് ഹെൽപ്പില്ലാതെ പറ്റില്ല, അതൊരു റിയാലിറ്റിയാണ്. കാരണം നമ്മളെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുപാട് എഫെക്ഷൻ തോന്നുന്ന നമ്മുടെ ജീവനായ, നമ്മൾ പറയും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ യു ഹാർട്ട് ലൂസ് ഔട്ട്സൈഡ് യുവർ ബോഡി എന്ന്. ഇറ്റ്സ് വെരി ട്രൂ ഫോർ മദേഴ്സ്. നമ്മുടെ ഹൃദയം പുറത്താണെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം എനിക്കുണ്ടായത് ഈ മോം ഗിൽറ്റ് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ നല്ലൊരു മദറല്ല. പക്ഷേ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഫാമിലി, സിബ്ലിങ്സ്, ഹസ്ബൻഡ്, പിന്നെ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഗൈഡൊക്കെ എല്ലാവരും എനിക്കൊരു ഹ്യൂജ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പറയുന്ന സമയത്തും ഷി വാസ് വെരി മച്ച് വില്ലിങ്. സുമി ആ സമയം എടുത്ത് ചെയ്തോളൂ. കാരണം മാമിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്കിത് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചുറ്റുള്ളവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് കൺവേ ചെയ്യും കൂടെ വേണം. നമ്മൾ എനിക്ക് തോന്നാറുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ എല്ലായിടത്തും പറയും എനിക്കിത് വേണം, നീ പഠിക്കണം. അത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പറയുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുള്ള സ്നേഹം കൊണ്ടും കൂടെ നമുക്ക് ആ സപ്പോർട്ട് സിസ്റ്റം ആദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ നമുക്ക് ഫ്രീ ടൈം കിട്ടില്ല. ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഇരുന്ന് പഠിക്കാനൊരു സമയം ഒരിക്കലും കിട്ടില്ല. ഇപ്പം നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഒരു റൂമിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ടുള്ളൊരു പഠനം ഉണ്ടല്ലോ, അത് പോസിബിൾ അല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് ഇനീഷ്യലി ഒരു 1 വീക്കിന് മാത്രമേ നമുക്ക് ആ ബുദ്ധിമുട്ട് തോന്നുള്ളൂ. പിന്നെ നമ്മളിത് കൺസിസ്റ്റൻ്റ്ലി പഠിക്കുമ്പം നമ്മൾ ആ ഒരു വേ ഓഫ് ലേണിങ്ങിനോട് നമ്മൾ യൂസ്ഡ് ആവും. നമ്മളൊരു ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്, അഡാപ്റ്റബിലിറ്റി ഉണ്ട് നമുക്ക്. അപ്പം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻ്റ്ലി ഒരു സ്വസ്ഥമായിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അത് താനേ മാറും. നമ്മൾ ചിലപ്പം ചപ്പാത്തി കുട്ടി അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ അതിനോട് യൂസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യാൻ. നേരത്തെ പറഞ്ഞാൽ ഇനീഷ്യലി ഒരു 1 hour മാത്രമാണ് കിട്ടുന്നത്, ദാറ്റ്സ് ഇനഫ്. അങ്ങനെ തന്നെ പോവാം. ഒരു കണ്ടിന്യൂസ് ജേർണി ആയിട്ട് തുടരുക. പിന്നെ അവർ ഉറങ്ങുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കൂടെ ഇരിക്കുക, എന്നിട്ട് പിന്നെ സൈഡിൽ ബുക്ക് എടുത്ത് നമുക്ക് നോക്കാനുള്ള ചെയ്യാം. പിന്നെ ഫോണിൽ അതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് ലെഷറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയങ്ങളൊക്കെ നമ്മളൊന്ന് യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ്.
ആദ്യം പറഞ്ഞ സീക്ക് ഔട്ട് ഹെൽപ്പ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൺവേ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ UGC നെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പലരും പാരൻസ് ആവാം, പലരും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആവാം അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സപ്പോർട്ട് സിസ്റ്റം ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളൊരു ടേക്ക്. രണ്ടാമത്തേത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ ഇത്ര കാലം ഉണ്ടായ മെൻഷൻ ചെയ്യണമെന്ന് ഫീൽ ചെയ്യുന്ന ചില ടീച്ചേഴ്സ്, ചില ഫ്രണ്ട്സ്, ചില ഫാമിലി മെമ്പേഴ്സ്, അവരുടെ പേര് തന്നെ പറയാം. ഐ ഫീൽ ദ ഡിസേർവ് അപ്രീസിയേഷൻ ഫോർ ദാറ്റ്. ഉമ്മ. കാരണം ഞാൻ റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഉമ്മയുടെ വരുന്നു, ഇഫ് നോട്ട് ഫോർ ഹെർ ഐ ഡോണ്ട് തിങ്ക്. ഉമ്മയുടെ പേരും സ്ഥലവും എന്ന് പറയോ? ഉമ്മയുടെ പേര് റഹ്മത്ത് എന്നാണ്, തിരൂരാണ്. അപ്പോൾ ഞങ്ങൾ തിരൂരിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകൾ ഇല്ല. ഐ തിങ്ക് ഷീ ഡ്രീംഡ് ഇറ്റ് അലോങ് വിത്ത് മീ. എൻ്റെ പോലെ ഉമ്മ ഇത് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഉപ്പ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എത്ര എക്സൈറ്റഡ് ആണോ അതുപോലെ ഉപ്പ എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു തന്നെ കല്യാണം കഴിച്ച സമയത്ത് തന്നെ എൻ്റെ ഈ അക്കാഡമിക്സിനോടുള്ള ഇൻട്രസ്റ്റ്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അതിനോടുള്ള താല്പര്യമൊക്കെ ഇക്കയും ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഹി ഡിഡ് എവറിത്തിങ്. പറഞ്ഞ പോലെ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ ഒരു നീണ്ട കാലം എന്നെ സംബന്ധിച്ചു. ഉപ്പയും തിരൂരാണ് എൻ്റെ ഉപ്പയും നാട്ടിൽ തന്നെ. ഉപ്പയുടെ പേര് ഗഫൂർ. എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോടാണ്. അപ്പം ഞാനൊരു നീണ്ട കാലം എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു, എൻ്റെ കൂടെ അവിടെ നിൽക്കുന്നു. അപ്പം അതിനൊന്നും ഒരു പരാതി പോലും പറയാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഹിസ് പേരൻസ് ഓൾസോ അങ്ങനെ അതിനവരും ഓക്കെയാണ്. അപ്പം എനിക്കൊരു ഫാമിലി ഐ ഹാഡ് ഹ്യൂജ് സപ്പോർട്ട് എന്നുള്ളതാണ്. ഉപ്പ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉപ്പ എക്സാമൊക്കെ കഴിയുമ്പോൾ ഉപ്പയും പിന്നെ എൻ്റെ അവിടുത്തെ പപ്പയും, പപ്പന്ന് ഞാൻ വിളിക്കുക, എക്സാം കഴിഞ്ഞ ഉടനെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിയുമ്പോൾ ഞാൻ ലുക്ക് ബാക്ക് ഐ ഫീൽ ലൈക്ക് അവരൊക്കെ എൻ്റെ കൂടെ അത് ഡ്രീം ചെയ്തു എന്നുള്ളതാണ്. റിസൾട്ട് വന്നപ്പോഴുള്ള സന്തോഷത്തിൽ എനിക്ക് അറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ പഠിക്കാൻ എനിക്ക് നിസ ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞാലേ നമ്മൾ ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കൂടെ ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. കാരണം നമ്മൾ ഒറ്റക്കുള്ള അറിവുകൾ മാത്രമല്ല, അറിവിങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ നിസ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിസ ശ്രദ്ധിക്കാതെ പോയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ആ ഒരു യാത്രയിൽ അങ്ങനെ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഗൈഡ്, കാരണം നമുക്ക് എല്ലാ തരത്തിലും ഒരു സ്പേസ് അവർ തന്നു എന്നുള്ളതാണ്. മാം പ്രത്യേകിച്ചും, കാരണം സുമിത് കഴിഞ്ഞിട്ട്, കാരണം എന്നെ ഒരു തരത്തിൽ മാം പ്രഷറൈസ് ചെയ്തിട്ടില്ല. പിന്നെ സി മാം, മുഫി മാം, എൻ്റെ മൊത്തം സ്റ്റാഫ് റൂം, ഫറൂഖ് കോളേജ് സ്റ്റാഫിലുള്ള എല്ലാവരും അവരെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുകയും, മുഫി മാം എന്നാണ് ഞാൻ വിളിക്കുക, നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും, HOD ആണെങ്കിലും ഷെഫീഖ് സർ, പേരെടുത്ത് പറയുകയാണെങ്കിൽ ഉബൈദ് സർ, ഷെഫീഖ് സർ, സത്താർ സർ, EKM സർ, ഹബീബ് സർ, അങ്ങനെ എല്ലാവരും, ദിൽ മാം, എവരിബഡി ന്യൂ. ലൈക്ക് എനിക്ക് തോന്നുന്നു നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നത്. ഫറൂഖ് കോളേജിൽ എല്ലാവർക്കും അറിയായിരുന്നു, കാരണം ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ പറയും എഴുതുന്നുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഇരുന്ന് സക്സസ് പറയുമ്പോഴേ ഒരിക്കലും എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു പ്രയത്നം ആയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ പോസിബിൾ ഓൾ ബൈ മൈസെൽഫ്. ദേ ഡിസേർവ് ഇറ്റ് ഈക്വലി. ഓക്കെ, അപ്പം സുമി പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളുടെയും ഒരു വലിയ ടെൻഷൻ ഇതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, വീട്ടുകാർക്ക് അറിയാം, ഓക്കെ, ഇവിടുത്തെ വീട്ടുകാർക്ക് അറിയാം, അവിടുത്തെ വീട്ടുകാർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാം. അതൊരു പ്രഷറാണ് എന്നുള്ളത് പലരും പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് വാസ്. അവരോട് എന്താ പറയാനുള്ളത്? പ്രഷർ കുറച്ച് നല്ലതാണ്. നമ്മൾ ടെൻഷൻ ആവുന്നുള്ളത് ശരിയാണ്, പക്ഷെ നമുക്കത് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് ഇൻ വൺ വേ. അത് നേടണമല്ലോ എന്ന് ഇനി വിട്ടുകൊടുക്കരുതെന്നൊരു തോട്ട് നമുക്ക് വരും. അപ്പം അങ്ങനെ ഓവർ പ്രഷറൈസ് ചെയ്യണ്ട, കാരണം അൾട്ടിമേറ്റ്ലി ദിസ് ഡസൻറ്റ് ഡിഫൈൻ. അങ്ങനെ ചില സമയത്ത് നമുക്ക് പറ്റിക്കോളണം എന്നില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്തായാലും വന്ന് വീഴും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം നമുക്കത് സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ ഹാർഡ് വർക്ക് ഒരിക്കലും കാണാതെ പോവില്ല. എനിക്കിപ്പോൾ ഓർമ്മയാണ്, ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ മുഫ് മാമിനെ വിളിച്ച് ഒരുപാട് കരഞ്ഞപ്പോൾ മാം പറഞ്ഞു, യു ഹാർഡ് വർക്ക് വിൽ നോട്ട് ഗോ ഇൻ വെയിൻ. അത് പഠിച്ചോൻ കാണാതിരിക്കില്ല എന്ന് മാം പറഞ്ഞു. സത്യമാണ്, നമ്മുടെ ഹാർഡ് വർക്ക് കാണുന്നുണ്ടല്ലോ, വൺ പോയിന്റ് അത് നമുക്ക് ഇൻ വൺ വേ ദ അതർ കിട്ടും. ഓക്കെ, നൈസ്. നമ്മൾ
സോ UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ പല രീതിയിലുള്ള ചലഞ്ചുകൾ പ്രിപ്പറേഷൻ ഫേസിൽ നേരിടാനുണ്ട്. സബ്ജക്ട് സ്പെസിഫിക് ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിനൊക്കെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ, സ്പെസിഫൈഡ് അല്ലാത്ത സിലബസ്, അതുപോലെ തന്നെ കുറച്ച് റീസണിങ്ങിൽ അത്ര ബേസ് ഇല്ലെങ്കിൽ മാത്സ്, ഡാറ്റ പോലെയുള്ള കുറേ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് NTA കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ക്യാൻസലേഷൻ, പ്രോപ്പർ ആയിട്ടില്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ, പലപ്പോഴും ഒരു ലാസ്റ്റ് മൊമെന്റിലുള്ള ഒരു ഹാൾ ടിക്കറ്റ് റിലീസ്, സെന്റർ റിലീസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതും കുട്ടികളുടെ തീർച്ചയായിട്ടും പ്രിപ്പറേഷനെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട്. അങ്ങനെയുള്ള NTA റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആംബിഗ്യൂറ്റീസ് ഒക്കെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആക്കിയിട്ടുള്ള ബോധർ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സുമയ്യക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേഴ്സണലി വിളിച്ച് സംസാരിച്ച് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓരോരോ എക്സാം ക്യാൻസൽ ആക്കുന്നത്, മൊമെന്റ്, ഡിഫറെൻറ്റ് ഷിഫ്റ്റുകൾ, ടഫ്നെസ്, രാവിലത്തെ ഈസി ടഫ്, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. അപ്പോൾ അതിപ്പോഴും കുട്ടികൾ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാനൊന്നുമില്ല, മുന്നോട്ട് പോകാന്നുള്ളതിന്. പക്ഷെ അത്തരത്തിലുള്ള ഓരോ NTA റിലേറ്റഡ് UGC റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ സ്ട്രഗിൾസും ചലഞ്ചസും ബോധർ ചെയ്തിട്ടുണ്ടായിരുന്ന, ഉള്ളിലേക്ക് എടുത്ത, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച, അൾട്ടിമേറ്റ്ലി അതൊക്കെ കഴിഞ്ഞിട്ടും പഠിച്ച് JRF ക്വാളിഫൈ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് സുമയ്യക്ക് ഇപ്പം ആ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എന്നെ ഒരുപാട് ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മാത്രം സമയമല്ല, എൻ്റെ ചുറ്റുള്ളവരുടെ കൂടെ സമയം മെനക്കെടുത്തിയാണ് ഞാനത് പഠിക്കുന്നത്. അപ്പം ഒരു ബേസ്ലെസ് ക്യാൻസലേഷൻ വന്ന സമയത്ത് അന്നത്തെ എക്സാം എനിക്ക് വളരെ, ഞാനിപ്പോൾ ഇതിനേക്കാളും എനിക്ക് ഒരുപാട് ഈസി ആയിരുന്നു. എന്തായാലും ക്വാളിഫൈ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. എനിക്ക് തോന്നി ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം ഇതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. എത്രയും കാലം എന്തെല്ലാം പോസ് ചെയ്തോ അതൊക്കെ അതേപോലെ വീണ്ടും പോസ് ചെയ്ത് ലൈഫ് ഒരു പെട്ടെന്നൊരു നിമിഷത്തേക്ക് ഇങ്ങനെ ഇനി ഒന്നും എന്താ പറയുക, വീണ്ടും ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി വെൻ ഐ ലുക്ക് ബാക്ക്, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത് കൺസിസ്റ്റൻ്റ്ലി പഠിക്കുക എന്നുള്ളതാണ്. കാരണം സിസ്റ്റത്തെ ഒരൊറ്റ നിമിഷം കൂടെ ഓവർത്രോ ചെയ്യലും നടക്കില്ല. പക്ഷെ നമുക്ക് വോയിസ് ഔട്ട് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് അവർക്ക് മെയിൽ അയക്കാറുണ്ടായിരുന്നു. അത് അവർ കാണുന്നുണ്ടോ, റിഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ഔട്ട്റീച്ചും പറഞ്ഞിട്ട്, കാരണം അതാണ് അവർ നമുക്ക് തരുന്ന ആകെയുള്ള ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ടും അവർക്ക് മെയിൽ ചെയ്തിട്ടും അറ്റ്ലീസ്റ്റ് എൻ്റെ അങ്ങനെയെങ്കിലും എൻ്റെ ഫ്രസ്ട്രേഷൻസ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് സ്ഥിരമായിട്ട് മെയിൽ അയക്കുകയും അല്ലെങ്കിൽ അവരെ വിളിച്ച് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ടായിരുന്നു. വെദർ ദേ ഹിയർ ഇറ്റ് ഓർ നോട്ട് ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനത് പറയാറുണ്ടായിരുന്നു, ഞാൻ വോയിസ് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രിപ്പറേഷൻ കൺസിഡർ ചെയ്യുമ്പം നമുക്കിതിലാകെ ചെയ്യാനുള്ള നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, പ്രാർത്ഥിക്കുക, കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എഴുതുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് റിഫോംസ് സാറ് പറഞ്ഞ പോലെ നടത്താനുണ്ട്. ഒന്ന്, അവരുടെ ഈ ഒരു 2 ഷിഫ്റ്റ് നടത്തുമ്പോൾ അവർ ഫോളോ ചെയ്യാത്തൊരു ഇക്വാലിറ്റി ഉണ്ട്. അതായത് ചിലപ്പോൾ നോർമലൈസേഷൻ പ്രോസസ്സിന് ഒരുപാട് പേര് വിക്റ്റിമാണ്. ഒരു ഷിഫ്റ്റ് എക്സ്ട്രീംലി ടഫ്, ഒന്ന് മോഡറേറ്റ് ടു ടഫ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മെയിൽ അയക്കുക, സജഷൻസ് പറയുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രിപ്പറേഷൻ ഇതിനെ അഫക്റ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. സാർ എപ്പോഴും ഇത് റിപ്പീറ്റിൽ പറയാം, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ എനിക്ക് തന്നെയാണ് ഇപ്പോൾ ഇനി പറയാനുള്ളത്. വെൻ ഐ ലുക്ക് ബാക്ക്, അത് മാത്രമാണ് വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. നമ്മൾ പഠിക്കുക, നമ്മൾ കൺസിസ്റ്റൻ്റ്ലി പഠിക്കുക, ബാക്കി നമ്മുടെ പ്രയത്നം പോലെ നമുക്ക് വന്നു ചേരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സുമയ അയച്ച മെയിലുകൾ കണ്ടിട്ടാണോ എന്ന് അറിയില്ല. ഈ പ്രാവശ്യം നോർമലൈസേഷൻ പ്രോസസ് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വന്ന ഷെഡ്യൂൾ പ്രകാരം എല്ലാ എക്സാമുകളും സിംഗിൾ ഷിഫ്റ്റിലാണ്. സിംഗിൾ ഷിഫ്റ്റിൽ എക്സാം നടക്കുകയാണെങ്കിൽ നോർമലൈസേഷൻ ഉണ്ടാവില്ല. സോ ഈ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, എസ്പെഷ്യലി മൾട്ടിപ്പിൾ ടൈം അറ്റംപ്റ്റ് ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് സുമയ എങ്ങനെയാണ് നിലനിർത്തിയത്, അല്ലെങ്കിൽ എന്താണ് അതിലൊരു ടേക്ക്? നമുക്ക് ആദ്യം വേണ്ടത് ഡിറ്റർമിനേഷനാണ്. എനിക്കിത് വേണം എന്നുള്ളത് നമ്മൾ അത്രയും നമുക്കുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമുക്ക് എൻ്റെ ഒരു കേസിൽ എനിക്കിത് കിട്ടി, എനിക്ക് മുന്നോട്ടേക്ക് ഇനി ഇതില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. വാശി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് വേണം. നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ളൊരു സ്ട്രോങ് ഡിസയർ, ഒരു മോട്ടിവേഷൻ അതുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് അതിനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, റിവൈസ് ചെയ്യാൻ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് റൈറ്റേഴ്സ്, ക്യാരക്ടേഴ്സ്, നോവൽസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം നമ്മളൊരു ഏരിയ നമ്മൾ ഫുൾ കവർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നും കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അഥവാ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതെനിക്ക് എഫറിൽ തന്നെയുള്ള റബിഹ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ. അവർ വന്നൊരു ഒരു കീ ഐഡിയ, അല്ലെങ്കിൽ നല്ലൊരു സജഷൻ ആയിരുന്നു അത്. ഏത് ഏരിയ ആണോ പഠിച്ചത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വായിക്കുക. കാരണം അതാകുമ്പോൾ നമ്മൾ പഠിച്ചൊരു ഏരിയ നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുമല്ലോ. പുതിയൊരു ഏരിയയും കൂടെ പഠിച്ച ആദ്യത്തതും പുതിയതും ഒന്നും ഓർമ്മയില്ലാത്തതിനേക്കാളും നല്ല നമുക്ക് ആ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ഏരിയ കഴിഞ്ഞ് രണ്ടാമത്തെ ഏരിയ എത്തുമ്പോൾ വീണ്ടും ആദ്യത്തെ ഏരിയ ഒന്നും കൂടി എടുത്ത് നോക്കുക. അതിനൊരു 2 ദിവസം മാറ്റി വെക്കുക.
അപ്പം എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇതൊക്കെ കൂടി എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നതെന്ന്. ഞാനൊക്കെ മറന്നു പോവാണ്. എന്നെ പലരും വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു മറന്നു പോവാണ്. ഞാനും മറന്നു പോകാറുണ്ടായിരുന്നു. നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ ആണല്ലോ, Yes, yes, നമുക്ക് yes. ഒരുപാട് നമ്മളൊരു റോബോട്ടിക് മെമ്മറി ഒന്നും ഇല്ല നമുക്ക്. അപ്പം നമ്മൾ മറന്നു പോകും. ഇറ്റ്സ് വെരി യൂഷ്വൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മറന്നു പോകുന്നത് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കതിൽ ചെയ്യാനുള്ളത് റിവിഷനാണ്. റിപ്പീറ്റഡ്ലി നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ചെറുതായിട്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കും. അല്ലെങ്കിൽ എക്സാമിൽ നമുക്ക് ഓപ്ഷൻസ് നമുക്കത് ഓർമ്മയുണ്ടാവും എന്നുള്ള. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഏരിയ കഴിഞ്ഞ് ഫുൾ കവർ ചെയ്യുന്നതിനേക്കാളും സിഗ്നിഫിക്കൻസ് പഠിച്ച് കഴിയുന്ന ഏരിയകൾ നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ആ റെപ്പിറ്റേഷൻ നമുക്ക് കൺസിസ്റ്റൻസിയും കൊണ്ടുവരണം എന്നുള്ളതാണ്. Okay, അപ്പം madam. നമുക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള ഒരൊറ്റ മാർഗം ഹാവ് ദറ്റ് സ്ട്രോങ് ഡിസയർ. എന്നുള്ളതാണ്. Okay, സുമയ അതാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നൈസ്. ദെൻ ടുവാർഡ്സ് എൻഡ് എയ്ഫർ എത്രത്തോളം സുമയുടെ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ എയ്ഫറിന്റെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ JRF ക്ലബ് ഒരുപാട്. ഓക്കെ, അതിൽ സുമയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്? എയ്ഫറിന്റെ എല്ലാ സ്ട്രാറ്റജീസും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരു ഫ്ലാറ്ററിങ് ടേം ആയിട്ട് പറയില്ല. ഇഫ് നോട്ട് ഫോർ ദിസ് എൻറ്റയർ ടീം ഐ ഡോണ്ട് തിങ്ക് പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അതിൽ JRF ക്ലബ്ബ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ എല്ലാ തവണയും എണീറ്റിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. പക്ഷേ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊളാബറേറ്റീവ് വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ചിലത് ഞാൻ കേൾക്കും, ചിലത് ഇത് കേൾക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമുക്ക് സമയമുള്ള സമയത്ത് റെക്കോർഡിംഗ് ഉണ്ടല്ലോ അത് കേൾക്കാറുണ്ട്. കാരണം അതിലെനിക്ക് തോന്നിയിട്ടുള്ളൊരു ബെനിഫിറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം പഠിച്ചു പോകുന്നതിനേക്കാൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ഷിഫ്റ്റിലും ഏത് പുതിയ ക്വസ്റ്റ്യൻ തന്നെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അത് നെക്സ്റ്റ് ടൈം എക്സാമിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാണാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എക്സൽ ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതിപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്കും അറബിക്കാർക്കും മാത്രമേ വന്നിട്ടുള്ളൂ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും വേറെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത് സ്റ്റുഡൻസിനോടുള്ള ഒരു എക്സ്ട്രീം ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. എനിക്ക് ഓർമ്മയുണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയിട്ട് വന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷേ ഞാൻ സാറിന് മുന്നേ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ ശരിക്കും എന്നെ ഒരുപാട് എന്താ പറയുക അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മദേഴ്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ. ആൻഡ് ദ എൻറ്റയർ ടീം ഇസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് ഡൈവേഴ്സ് സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ. എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെ എല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ റിവിഷൻ തരാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം ലോജിക്കൽ റീസണിങ് ഒരു പ്രാവശ്യമല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് പ്രാവശ്യം നമുക്ക് പഠിപ്പിച്ചു തരും. എക്സാമിന് സാറ് വോയിസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഉള്ളിൽ അത് പതിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതി, നമ്മളെ പഠിപ്പിക്കുന്ന മൊത്തത്തിലുള്ള സ്ട്രാറ്റജി, പിന്നെ ഇമോട്ടിക് സിസ്റ്റമാണ്. ഇടയ്ക്കൊക്കെ നമ്മളെ കോർഡിനേറ്റേഴ്സ് വിളിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. സോ ഓൾ ദാറ്റ് ഇസ് വെരി ബെനിഫിഷ്യൽ. ഓക്കെ, സോ ദ ഫൈനൽ വൺ. സുമയ മൾട്ടിപ്പിൾ ടൈം എഫേർട്ട് എടുത്തിട്ടുള്ള ആളുകളാണ്. മുമ്പ് പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്ത ആളുകളാണ്. ഒരു മദർ ആയിക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. ഇംഗ്ലീഷ് പോലെ നോർമലി ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റിൽ ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. എഴുതാൻ പോകുന്ന ആളുകളോട് ഫൈനൽ ടൈം എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ആ ഒരു പഠിക്കാനുള്ള നമ്മുടെ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു പോയിന്റിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് കിട്ടും. എനിക്കതാ പറയുക, ആ ഒരു ഡിസയർ എപ്പോഴും ഉള്ളിൽ വെക്കുക. അത് നമുക്ക് നഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയോ നമുക്കത് തിരിച്ചു തരാൻ പറ്റും തോന്നുന്നവരെ വിളിച്ച് സംസാരിക്കുക. കാരണം ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം കീപ് ദ ഡിസയർ ഇൻ യുവർ ലൈഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളെ മുന്നോട്ട് നയിക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹെൽപ്പ് us reach the goal. This is my message. That's it. Okay, nice. ഇതാണ് സുമയുടെ കഥ. ഞാൻ പറഞ്ഞു പല ചലഞ്ചുകളും നേരിട്ട, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റിൽ, അതുപോലെ മൾട്ടിപ്പിൾ ടൈം എഫേർട്ടുകൾ. സുമയ തന്നെ വിശദമായിട്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷനിലൂടെയാണ് ഓരോരോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കും. നല്ലൊരു മീഡിയമായി നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയും. എല്ലാവരും വരുന്ന പരീക്ഷകളിൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വിജയിക്കുക. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, പ്രാർത്ഥന.